വീണ്ടും തർക്കങ്ങൾക്കിടെ താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. അൻസിബയുടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും യോഗത്തിൽ ചർച്ചയാകും. അൻസിബയ്ക്കെതിരായ അച്ചടക്ക നടപടിയിലേക്ക് നേതൃത്വം നീങ്ങും എന്നാണ് സൂചന. അതിനിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്റെ വാദം കേട്ടില്ലെന്നാരോപിച്ച് ട്രഷറർ ഉണ്ണി ശിവപാൽ രംഗത്തെത്തി. ഒരു തെറ്റുപോലും ചെയ്യാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന അമ്മയിലെ എന്നെ വിശ്വസിക്കുന്ന അമ്മയിലെ മെമ്പേഴ്സിനും അടിയാണ് തന്നിരിക്കുന്നത്. ഇതിലെന്ത് ന്യായമുള്ളത്? തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ മറക്കാം, ഇതൊക്കെ വിടാം, ഒരു തെറ്റുമില്ല. പക്ഷേ കാലം തെളിയിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ 21-ാം തീയതി ജനറൽ ബോഡിയിലാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതുവരെ ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. എൻ്റെ കണ്ണ് കരഞ്ഞു, എൻ്റെ മനസ്സ് കരഞ്ഞു, ഞാൻ തകർന്നോ എന്നൊന്നും ചോദിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ ചില മെമ്പേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ ആരും ഉണ്ടായിട്ടില്ല. 1-2 മെമ്പേഴ്സ് അവരുടെ വിഷമങ്ങൾ കരഞ്ഞുകൊണ്ടും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സംഭവിക്കുമല്ലേ, നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മളെപ്പോഴും ഒറ്റയാനായിട്ട് തന്നെയാണ്. ഞാനൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും നിന്നിട്ടില്ല, അറിയാമല്ലോ. ആദ്യമായിട്ട് അമ്മയിൽ ജനാധിപത്യപരമായിട്ട് ഒരു പാനലിൽ നിൽക്കാതെ മത്സരിച്ച് വന്ന ആളാണ്. ഇപ്പോഴും അത് തന്നെയാണ്. തോറ്റാലും ജയിച്ചാലും എപ്പോഴും അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ സത്യസന്ധതയ്ക്കും നീതിക്കും വിലയുണ്ടോ എന്ന് നോക്കാം. 21-ാം സജോ ദേവസ്യയുടെ വിശദാംശങ്ങൾ നൽകാൻ. സജോ, ഉണ്ണി ശിവപാലിന്റെ ആരോപണം, ഇതിൽ മാനേജറുടെ പരാതിയിലായിരുന്നു ഉണ്ണി ശിവപാലിനെതിരായുള്ള നീക്കം നടത്തിയിരുന്നത്. എന്താണ് ഇപ്പോൾ ഉണ്ണി ശിവപാലിന് പറയാനുള്ളത്? ഒപ്പം ഇന്നത്തെ യോഗത്തിൽ അൻസിബയുടെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം? തർക്കങ്ങളുടെ വേലിയേറ്റങ്ങൾക്കിടെയാണ് താരസംഘടനയുടെ ജനറൽ ബോഡി യോഗം ഇന്ന് ചേരുക. അതിനിടെയാണ് വൈകാരികമായ വീഡിയോ സന്ദേശം ട്രഷറർ ഉണ്ണി ശിവപാൽ താരസംഘടനയുടെ ഗ്രൂപ്പിൽ പങ്കുവച്ചത്. അതിവൈകാരികമായി ആണ് പ്രതികരണം. നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കുക, അതായത് അച്ചടക്ക നടപടി തന്നെയാണ് യഥാർത്ഥത്തിൽ നേരിട്ടത്. പക്ഷെ തന്നെ ഒരു വിധത്തിലും കേൾക്കാൻ സംഘടനയിലുള്ള ആരും തയ്യാറായില്ല എന്ന പ്രതിഷേധമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് താരസംഘടനയിൽ ഒരു പിടി തർക്കങ്ങളുണ്ട്. പോലീസ് കേസ്, പോലീസിൽ പരാതി, കോടതിയിൽ പരാതി, ഹർജി എന്ന് തുടങ്ങി നിരവധിയായ പരാതികളുണ്ട്. അങ്ങനെ കാരണം കാണിക്കൽ നോട്ടീസ്, അതിന് മറുപടി നൽകാത്തത് എന്ന് തുടങ്ങി നിരവധി തർക്കങ്ങളുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഇന്ന് ജനറൽ ബോഡി ചർച്ചയ്ക്കെടുക്കാത്ത തരമില്ല. അപ്പോൾ ഈ ഭരണസമിതിക്ക് തുടരാൻ കഴിയുമോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അംഗങ്ങൾ ഓരോരുത്തരും അവർക്കുള്ള ഇത്തരം വിഷയങ്ങളിലെ പരാതികൾ, നിലപാടുകൾ, വിമർശനങ്ങൾ പറയുമ്പോൾ അത് സ്വാഭാവികമായും തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് തുടരാൻ കഴിയുമോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് മാത്രമല്ല, സാധാരണഗതിയിൽ ഈ താരസംഘടനയുടെ ബൈലോ പ്രകാരം 21 ദിവസം മുൻപ് കണക്കുകൾ തയ്യാറാക്കുകയും അത് സംബന്ധിച്ച റിപ്പോർട്ട് അംഗങ്ങൾക്ക് നൽകുകയും വേണം. അത് ഉണ്ടായിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഈ ജനറൽ ബോഡി തന്നെ നിയമപരമല്ലാതാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ഭരണസമിതിക്ക് ഇനി തുടരാൻ കഴിയുമോ? അപ്പോൾ പുതിയ അഡ്ഹോക് കമ്മിറ്റി വരുമോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്ന് വിലയിരുത്തപ്പെടുന്നു. അതുകൂടാതെ അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുമോ? ഉദാഹരണത്തിന് അൻസിബ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയിട്ടില്ല, മറ്റ് താരങ്ങൾ നൽകിയിരുന്നു.